ഹായ് ഗൈസ്, വെൽക്കം ടു ക്രഷ് ടോക്സ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നീതു ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിട്ട് ഹരീഷ് നീതുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഹരീഷ് പോകുന്നത് കണ്ടിട്ട് സുധീഷും ഇവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ചെല്ലുന്നുണ്ട്. ഹരീഷും സുധീഷും നീതുവിൻ്റെ വീട്ടിലെത്തിയതോടെ അവിടെ ഭയങ്കരമായിട്ടൊരു കലഹം ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിച്ചില്ലേ, 21 വയസ്സായിട്ടുള്ളവൾക്ക് അവളൊരു കുട്ടീനെയും ചുമന്ന് നടക്കുകയാണെന്നൊക്കെ നീതുവിൻ്റെ അമ്മ സുധീഷിൻ്റെ കോളറിന് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയത്തിന് നീതുവിൻ്റെ ബ്രദറും എല്ലാവരും കൂടെ ഇവരെ അടിക്കാനായിട്ട് ഒരുങ്ങാണ്. പ്രശ്നം വഷളായപ്പോൾ ഹരീഷ് നീതുവിനോട് ചോദിക്കുന്നുണ്ട്, ഇനി നീയാണ് സത്യം പറയേണ്ടത്, നീ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയത് എന്ന്. ഇത് കേട്ടിട്ട് നീതുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയുകയാണ്, ഞങ്ങളെ മോളെ വശീകരിച്ച് ചതിച്ചിട്ട് ഇതുപോലത്തെ വർത്താനാണോ നീ ഇവിടെ വന്ന് പറയണേന്ന്. അവിടുത്തെ പ്രശ്നം വഷളാവുന്നത് കണ്ടിട്ട് നീതു അപ്പോൾ അവിടെ സത്യം പറയുകയാണ്. ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല, ആ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, ഇല്ലെങ്കിൽ ആ സമയത്ത് വീട്ടുകാരവളെ പിടിച്ച് കെട്ടിച്ചേനെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരീഷും സുധീഷും അടക്കം വീട്ടിലുള്ള എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കള്ളം നീതു പറയുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഇത് കേട്ട ഉടനെ തന്നെ നീതുവിൻ്റെ ബ്രദറെ അവൾ അടിക്കാനായിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഹരീഷ് അവിടെ പറയുന്നുണ്ട്, ഇനി മേലാൽ എല്ലാത്തിനും ഇതുപോലെ അവൾ അടിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ബ്രദറിനോട് ചൂടാവുന്നുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് നീതു ഹരീഷിനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തുനിന്ന് ഹരീഷ് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്, നിനക്ക് എന്നോടെങ്കിലും ഒന്ന് സത്യം പറയാമായിരുന്നല്ലോ എന്ന്. അപ്പം നീതു പറയാണ്, ഞാൻ നിന്നെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന്. അവളുടെ ഫോണ് എല്ലാം വീട്ടുകാർ വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കള്ളം പറയാനാണ് അവൾക്ക് തോന്നിയതെന്ന് എല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ട് പിന്നെ നീതു ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നീതു തിരിച്ചവളുടെ വീട്ടിലോട്ടും പോകുന്നുണ്ട്, ഹരീഷ് അവൻ്റെ വീട്ടിലോട്ടും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെ കാത്തു മുറ്റത്ത് നിൽക്കുന്ന സുഭാഷ് ഏട്ടനെയാണ്. ഇവർ പോയിട്ട് യാതൊരു വിവരവുമില്ല, എന്ത് പറ്റിയാവോ എന്ന് ആലോചിച്ച് നിൽക്കുകയെന്ന് സുഭാഷ് ഏട്ടൻ. ആ സമയത്താണ് നിധി അവിടേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ടെൻഷനായിട്ട് നിൽക്കുകയാണ്, അവിടുത്തെ കാര്യങ്ങൾ എന്തായിട്ടുണ്ടാവും എന്നൊക്കെ നിധിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ നിധി കൂളായിട്ട് പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു കാര്യമാവുന്നത് കൊണ്ട് അവരുടെ വീട്ടുകാർ കല്യാണത്തിന് എന്തായാലും സമ്മതിക്കായിരിക്കും എന്നൊക്കെ. ആ സമയത്താണ് നികേഷ് അവിടേക്ക് വരുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീ അങ്ങോട്ട് പോയിക്കോ, ഞങ്ങളിവിടെ വേറൊരു കാര്യം സംസാരിക്കാമെന്ന്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എൻ്റെ പ്രായത്തിൽ കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ അഭിപ്രായം അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാണ് എന്ന്. അപ്പോഴാണ് ഹരീഷും സുധീഷും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അവരിങ്ങനെ ചിരി അടക്കി പിടിച്ച് വരികയാണ്, കാരണം ഇങ്ങനത്തെ സംഭവങ്ങളാണല്ലോ അവിടെ നടന്നത്. ഇവർ കാര്യം പറയാതെ ചിരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, പോയിട്ട് എന്തായി എന്നൊക്കെ. അപ്പോൾ ഹരീഷ് പറയാൻ തയ്യാറാവുന്നില്ല, സുധീഷ് പറയുന്ന ഞാൻ തന്നെ പറയാമെന്നുള്ളത്. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളും നീതു ഗർഭിണിയല്ല, ഇവനെ വെറുതെ പറ്റിച്ചതാണ്, ഈ പൊട്ടനത് വിശ്വസിച്ചെന്നൊക്കെ പറയുമ്പം എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ സമയത്ത്. പിന്നീട് കാണിക്കുന്നത് നീതുവിൻ്റെ വീടാണ്. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് നീതുവിനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നീതുവിൻ്റെ ബ്രദറും വീട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ എൻ്റെ ഫ്രണ്ടിനോട് പറയാം, നീ കള്ളം പറഞ്ഞതെന്ന് പറയുമ്പോഴും നിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാലും അവരെന്തായാലും കല്യാണത്തിന് സമ്മതിക്കുക, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നീതു ദേഷ്യപ്പെട്ട് പറയാണ്, നിങ്ങളൊക്കെ എന്താ മരക്കഴുതകളാണോ, നിങ്ങളോട് ഇനി എത്ര പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ടാന്ന്, ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത് തന്നെ കല്യാണത്തിന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പിന്നെ ഒരു വേറെ കല്യാണം കഴിക്കുന്നുള്ളത് എന്ന്. വീട്ടുകാർ പിന്നീട് ഒരുപാട് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യപ്പെട്ടിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവൾ പാത്രം എടുത്തിട്ട് റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഹരീഷ് വിളിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവൾ ഫോൺ എടുത്തിട്ട് ചൂടാവുകയാണ് അവളോട്. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റി, എന്താ പ്രശ്നം. അപ്പോൾ അവൾ പറയും, ഒന്നുമില്ല പ്രശ്നം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തിരിച്ച് വിളിക്കാതിരുന്ന ഹരീഷിനെ പിന്നെ നീതു അങ്ങോട്ട് വിളിച്ചിട്ട് ചൂടാവുന്നുണ്ട്. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, നീ ബാക്കിയുള്ളവരോടുള്ള ദേഷ്യം എന്നോട് തീർക്കല്ലേ, കാര്യങ്ങൾ സംസാരിക്കുമെന്ന്. നീതു അപ്പോൾ പറയുന്നുണ്ട്, എനിക്കിവിടെ സഹിച്ച് മതിയായി, നീ എന്നെ എങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിന്നെ ഒരു ഹോസ്റ്റലിലാക്കാം, അതായിരിക്കും നല്ലൊരു വഴിയെന്ന്. അന്നേരം നീതു സമ്മതിക്കുന്നില്ല. നീതു പറയുന്നത് ഇന്നെ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചിട്ട് നീ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കാതെ എനിക്ക് എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ആദ്യം നിന്നോട് പറഞ്ഞതല്ലേന്ന്. അവളുടെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് ഹരീഷ് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് നീതു ഫോൺ കട്ട് ചെയ്യാണ്. ആ സമയത്ത് ഹരീഷ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡിനെ കുറിച്ച് അറിയാൻ പ്ലീസ് സബ്സ്ക്രൈബ്.